പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഗലാത്യ 1:10. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1:10. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു. നമ്മൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ പ്രീതിയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? മനുഷ്യരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടി പല അവസരങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നോക്കാതെ വന്നിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ വചനം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, 2 ദിവസം മുമ്പ് ഒരു സഹോദരി, ഒരു സന്യാസിനിയാണ്, ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതായത് ഈ സിസ്റ്ററിന് നല്ലൊരു ജോലിയൊക്കെ ഉണ്ട് കോളേജിൽ. അപ്പോൾ ജോലിക്ക് പോകാനായിട്ട് അധികാരികൾ മഠത്തിലെ വണ്ടിയെടുത്ത് പോയിക്കൊള്ളാനായിട്ട് അനുവാദം കൊടുത്തു. അപ്പോൾ സിസ്റ്റർ വണ്ടിയൊക്കെ ആയിട്ട് ഡെയിലി കോളേജിൽ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ മറ്റുള്ള ചില അന്തേവാസികൾക്ക്, ആ മഠത്തിലെ ബാക്കിയുള്ള ചില സന്യാസിനികൾക്ക് ഈ സിസ്റ്ററിനോട് ഒരുതരം വിരോധം തോന്നുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? നമ്മൾ മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ മാത്രം മനുഷ്യർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധേഡ് ആയാൽ മതി. നമ്മൾ ക്രിസ്തുവിനെ ആണ് അനുധാവനം ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധാത്മാവുള്ള മനുഷ്യർ, പരിശുദ്ധരായ മനുഷ്യർ നമ്മൾ ഇഷ്ടപ്പെടും. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന ഒരു ശാഠ്യം അത് നടക്കുകയില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ക്രിസ്തുവിനെ തന്നെ മനുഷ്യർ ക്രൂശിക്കുകയാണ് ചെയ്തത്. പാപമില്ലാത്തവനെ കുരിശിൽ കയറ്റിയ ലോകമാണിത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുധാവനം ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നോ ഇഷ്ടപ്പെടണമെന്നോ ശാഠ്യം പിടിക്കുന്നത് നമ്മൾ മനുഷ്യരുടെ പ്രീതി കാക്ഷിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6:31 മുതൽ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. അപ്പോൾ നമ്മളൊരു വ്യക്തിയോടുള്ള നമ്മുടെ സമീപനം, ആ വ്യക്തിക്ക് നമ്മളോടുള്ള സമീപനത്തെ ആശ്രയിച്ചല്ല, ക്രിസ്തു പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കരുതണം
എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരെയും കരുതണം. അതിനകത്ത് ബന്ധുവെന്നോ അന്യരെന്നോ മിത്രമെന്നോ ശത്രുവെന്നോ ഉള്ള വകതിരിവ് ഒന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കരുതണമോ അതുപോലെ നമ്മൾ മറ്റുള്ളവരെയും കരുതുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് പ്രയോജനമാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടല്ല, ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. എല്ലാവരോടും കരുണയുള്ളവനായിരിക്കുവൻ. അവിടെ ശത്രുവെന്നോ മിത്രമെന്നോ നോട്ടമില്ല. പക്ഷെ ശത്രുക്കളോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ ഇൻ ദ ലോങ്ങർ റൺ വി വിൻ. ശത്രുവിനെ സ്നേഹം കൊണ്ട് നമ്മൾ പരാജയപ്പെടുത്തുന്നു. അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ പലരും നമ്മളെ കളിയാക്കും, പലരും നമുക്ക് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കും. ഇതിനെല്ലാം അതീതരാണ്. നമ്മളോട് വിയോജിക്കുന്നവരെയും നമ്മളെ കളിയാക്കുന്നവരെയും നമ്മളെ എതിർക്കുന്നവരെയും എല്ലാം കരുണയോടെ നമ്മൾ സ്നേഹിക്കുന്നു, അവർക്ക് നന്മ ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യരുടെ സ്നേഹമല്ല കാക്ഷിക്കുന്നത്, മനുഷ്യരുടെ പ്രീതിയല്ല കാക്ഷിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ പ്രീതിയാണ് കാക്ഷിക്കുന്നത്. ദൈവത്തിന് മാത്രം മുൻനിർത്തി നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനവും ശാന്തിയും പുരോഗതിയും എല്ലാം നേടാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുത്തരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടക്കും, നമ്മൾ എങ്ങും എത്തുകയില്ല. സ്വന്തമായൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ കുറയുകയും അവൻ നമ്മിൽ വളരുകയും വേണം. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഇപ്രകാരം വർദ്ധിക്കുക വഴി നമ്മൾ എന്തെന്നില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.